അതിന്റെ ഒരു കോമൺ എക്സാമ്പിൾ ആണ് SiO2. ബീറ്റാ ക്രിസ്റ്റോബലൈറ്റ് സ്ട്രക്ചറിന്റെ കോമൺ എക്സാമ്പിൾ ആണ് SiO2. ഇതിന്റെ സ്ട്രക്ചർ ഈസ് സിമിലർ ടു zinc blende structure. Okay, zinc blende structure. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. ഇതില് സിലിക്കൺ ഈസ് at Zn and S positions. Silicon is at Zn and S position, and oxygen is in between Si atoms. Okay, അതായത് കാറ്റയോൺ ആനിയോൺ എന്നുള്ള രീതിയിലല്ല, പക്ഷെ ബേസിക് സ്ട്രക്ചർ സിങ്ക് ബ്ലെൻഡ് സ്ട്രക്ചർ ആണ്. അതിൽ സിങ്കിന്റെയും സൾഫൈഡിന്റെയും ബോത്ത് പൊസിഷൻസിൽ സിലിക്കൺ, ഓക്സിജൻ ഇസ് ഇൻ ബിറ്റ്വീൻ Si atoms. ഇതിൽ വരുന്ന എക്സാമ്പിൾസ് എന്തെങ്കിലും പറയുന്നോ? സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ പറയാമോ? സിലിക്കൺ ഈസ് at Zn and S positions, zinc and sulfur positions, and oxygen is in between Si atoms, in between silicon atoms. Okay, ഇതിന്റെ എക്സാമ്പിൾസ് BeF2, beryllium fluoride, ZnCl2, SiS2 at high pressure. Okay, എല്ലാ പ്രഷറിലും അല്ല, ഹൈ പ്രഷറിൽ മാത്രം. പിന്നെ BeOH twice, ZnOH twice. ഇത്രയാണ് എക്സാമ്പിൾസ്. ഇനി അടുത്ത പോയിന്റ്, ഇതിലെ കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ ഓഫ് സിലിക്കൺ is 4. Coordination number of oxygen is 2. Okay. Any last category in that, calcite and aragonite. Last category ആണ് calcite and aragonite. CALCITE ARAGONITE. അതാണ് സ്പെല്ലിംഗ്. അതിന്റെ എക്സാമ്പിൾസ് MgCO3, FeCO3, LiNO3, NaNO3, InBO3, InBO3, പിന്നെ Yttrium BO3, YBO3. ഓക്കെ, ഇത്രയും സ്ട്രക്ചേഴ്സ് കാൽസൈറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. സ്ട്രക്ചേഴ്സ് കാൽസൈറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. ഇവിടെ കോർഡിനേഷൻ നമ്പർ ഓഫ് മെറ്റൽ മാത്രമാണ് പറയുന്നത് ഇവര്. അതായത് ബേസിക്കലി കാറ്റയോൺ. കോർഡിനേഷൻ നമ്പർ ഓഫ് കാറ്റയോൺ is 6. ആനിയോൺ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, ഒന്നുകൂടെ നോക്കാം. കോർഡിനേഷൻ നമ്പർ ഓഫ് മെറ്റൽ is 6. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും എക്സാമ്പിൾസ് കാൽസൈറ്റ് ആണ്. ഇനി അതിൽ തന്നെ അറഗണൈറ്റ് എപ്പോഴാണ് കിട്ടുന്നത് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. ലാർജർ മെറ്റൽ അയോൺ അഡോപ്റ്റ് അറഗണൈറ്റ് സ്ട്രക്ചർ. ലാർജർ മെറ്റൽ അയോൺ അഡോപ്റ്റ് അറഗണൈറ്റ് സ്ട്രക്ചർ. അതായത് ഇപ്പം മെഗ്നീഷ്യം അയണിനെക്കാളും വലിയ കാറ്റയോൺ ആയ വലിയ മെറ്റൽ ആയ അറഗണൈറ്റ് സ്ട്രക്ചർ കിട്ടും. അതിന്റെ എക്സാമ്പിൾസ് SrCO3. സ്ട്രോൺഷ്യം നമുക്കറിയാലോ, ഗ്രൂപ്പിന്റെ താഴെയാ, അതായത് താഴത്തെ കോളത്തിലാണ്, അതുകൊണ്ട് SR വലുതാണ്.
അതുപോലെ KNO3, പിന്നെ എന്താണ് LaBO3. ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് അറഗണൈറ്റിന്റെ എക്സാമ്പിള്. ഇവിടെയും കോർഡിനേഷൻ നമ്പർ ഓഫ് മെറ്റൽ എന്ന് പറയുന്നത് is 6. ഓക്കെ ആണോ? മൂവ് ചെയ്യട്ടെ? മൂവ് ഓൺ ചെയ്യട്ടെ? ഹലോ, ഓക്കെ മാം. ഓക്കെ. ഇനി അടുത്ത ഇതിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ലാറ്റിസ് എനർജി. ലാറ്റിസ് എനർജിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. ഈ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, കാരണം കുറെ പോയിന്റ്സ്, അതായത് അത് ഡീറ്റെയിൽഡ് ആയി വായിക്കുമ്പോഴേ നമുക്ക് കുറെ അധികം പോയിന്റ്സ് കിട്ടും. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് അതുപോലെ എന്നെ എഴുതിയെടുക്കണം. സ്റ്റേറ്റ്മെന്റ് ഈസ് energy of the crystal lattice of an ionic compound is the energy released when ions come together from infinite separation to form a crystal. When energy of the crystal lattice of an ionic compound is the energy released when ions come together from infinite separation to form a crystal. അപ്പൊ ഈ ഇമേജ് നോക്കിയാല് നമുക്ക് ഇവിടെ കാണാം, ഇവിടെ Na+ ഉണ്ട്, ഇവിടെ Cl- ഉണ്ട്. ഇത് രണ്ടും ഒരു അതായത് ദേ ആർ അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ, കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇത് രണ്ടും നിൽക്കുന്നത്. ഇത് തന്നെ ഇൻഫിനിറ്റ് സെപ്പറേഷനിലുള്ളതെന്ന് വെച്ചോ. ആ ഇൻഫിനിറ്റ് സെപ്പറേഷനിലുള്ള അയോൺസിനെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ലാറ്റിസ് എനർജി. അപ്പോ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ M+, അതായത് മെറ്റൽ അയണൈസ് ചെയ്ത് അതിന്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ വേണം, ഹാലൈഡ് അയണൈസ് ചെയ്ത് അതിന്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ വേണം, then they form അയണിക് കോമ്പൗണ്ട് സോളിഡ് സ്റ്റേറ്റിലുള്ള. അതായത് നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ടോട്ടൽ ഫോർമേഷൻ എനർജി അല്ല ലാറ്റിസ് എനർജി. അതായത് ഞാൻ പറഞ്ഞല്ലോ M+ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ വേണം. അതായത് ആ ഒരു M+ ഫോം ചെയ്യാൻ തന്നെ വേറെ കുറെ എനർജി വേണം. അപ്പം ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് ഈ രണ്ട് അയോൺസിനെ നമുക്ക് കിട്ടി, ബാക്കി പ്രോസസ് ഒക്കെ എവിടെയോ നടന്നു, അതിനുശേഷം ഈ രണ്ട് അയോൺസിനെ കിട്ടി. ഈ രണ്ട് അയോൺസിനെ അടുത്ത് കൊണ്ടുവന്ന് ഒരു സോളിഡ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അതിനുള്ളതാണ് ലാറ്റിസ് എനർജി. ബാക്കിയുള്ള എനർജിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ ലാറ്റിസ് എനർജി മനസ്സിലാക്കാം. ലാറ്റിസ് എനർജിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ബോൺലാൻഡ് ഇക്വേഷൻ. BORNLANDE, ബോൺലാൻഡ് ഇക്വേഷൻ. ആ ഇക്വേഷന്റെ ഡെറിവേഷൻ ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പറഞ്ഞതുകൊണ്ട് സമയം കളയുന്നില്ല. എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ ഡെറിവേഷൻ ഒന്നും സൈഡിൽ എഴുതി വെക്കണം. ആ ഇക്വേഷനിൽ ബേസിക്കലി അവർ രണ്ട് ടേംസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി, ഈ രണ്ട് കോമ്പൗണ്ട്സ് തമ്മിലുള്ള അട്രാക്റ്റീവ് എനർജി, അതിനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ എനർജി, ടോട്ടൽ ലാറ്റിസ് എനർജിയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി അല്ലെങ്കിൽ അട്രാക്റ്റീവ് എനർജി വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ റിപ്പൾസീവ് എനർജിയും വരുന്നുണ്ട്. കാരണം നമ്മൾ കണ്ടല്ലോ, അതായത് ഈ രണ്ട് അയോൺസിനെ അടുത്ത് കൊണ്ടുവന്നു, ഇവിടെ ഒക്കെ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനിയും അടുത്ത് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് റിപ്പൾസീവ് ആവും. അതുകൊണ്ടാണ് ഈ എനർജി, അതായത് ഈ അട്രാക്ഷനിൽ ഇത് സ്റ്റേബിൾ ആണ്, കോമ്പൗണ്ട് സ്റ്റേബിൾ ആണ്. അവിടുന്ന് പിന്നെ ഈ എക്സ് ആക്സിസ് R ആണ്, അതായത് ഇന്റർ അയോണിക് ഡിസ്റ്റൻസ്.
അവിടുന്ന് പിന്നെയും നമ്മൾ അടുത്തടുത്ത് കൊണ്ടുവരാണെങ്കിൽ ഇത് വല്ലാതെ അങ്ങ് ഡീസ്റ്റെബിലൈസ്ഡ് ആയി പോകും. അതുകൊണ്ടാണ് എനർജി കൂടുന്നത്. നമുക്കറിയാം എനർജി കൂടിയത് ഡീസ്റ്റെബിലൈസ്ഡ് ആണ് എപ്പോഴും. അപ്പൊ അതാണ് ഈ ഡയഗ്രാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അട്രാക്റ്റീവ് എനർജി പ്ലസ് റിപ്പൾസീവ് എനർജി വേണം. അട്രാക്റ്റീവ് എനർജി നേരത്തെ നമ്മൾ ഇക്വേഷനിൽ കണ്ടു. അതായത് മൊത്തത്തിൽ ഈ ഇക്വേഷൻ an z plus z minus e square divided by 4 pi epsilon 0 r. അത്രയും അട്രാക്റ്റീവ് എനർജിന്റെ ടേം ആണ്. ഇത്രയും അട്രാക്റ്റീവ് എനർജിന്റെ ടേം ആണ്. പ്ലസ് ഇത് ഫൈനൽ ഇക്വേഷൻ അല്ല, പ്ലസ് എൻ ബി ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഇത്രയും ഉള്ളത് റിപ്പൾസീവിന്റെ ടേം ആണ്. റിപ്പൾസീവിന്റെ ടേം ആണ്. ഓക്കെ, അതായത് ഇതിൽ എ എന്ന് വെച്ചാ അതിന് നമ്മള് മേഡ് ലങ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഇതൊരു ഇമ്പോർട്ടന്റ് ടേം ആണ്, മേഡ് ലങ് കോൺസ്റ്റന്റ്. അതായത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, ഈ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ക്യൂ മൈനസ്. ഇതിൽ ഒരു കോൺസ്റ്റന്റ് അവർ ആഡ് ചെയ്തു, മേഡ് ലങ് കോൺസ്റ്റന്റ്. ആ മേഡ് ലങ് കോൺസ്റ്റന്റ് എന്തിനാ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിപ്പം നേരത്തെ കണ്ടു ഒരു കാറ്റയോണിന് ചുറ്റും ഇപ്പൊ 8 ആനയോണോ അല്ലെങ്കിൽ 6 ആനയോണോ ഒക്കെ ഉണ്ടാവാം. അപ്പം ഒരിക്കലും അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ ഇസ് നോട്ട് ബിറ്റ്വീൻ 1 കാറ്റയോൺ ആൻഡ് 1 ആനയോൺ. കുറെ അധികം കാറ്റോണിലേക്കോ കുറെ അധികം ആനയോണിലോട്ടോ ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പം ഈ ജോമെട്രിക്കൽ ഇന്ററാക്ഷൻസിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിട്ട്, ഇക്വേഷനോട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേഡ് ലങ് കോൺസ്റ്റന്റ്. അപ്പൊ അത് നിങ്ങൾ ആക്ച്വലി എഴുതിക്കോ ആ സ്റ്റേറ്റ്മെന്റ്. മേഡ് ലങ് കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഈ ബോൺലാൻഡ് ഇക്വേഷൻ എഴുതിയായിരുന്നോ? ഓക്കെ, എന്നാ മേഡ് ലങ് കോൺസ്റ്റന്റ് എന്ന് എഴുതാ. എന്നിട്ട് എഴുതാ there are more than one interactions. There are more than one interactions as coordination numbers are more in a structure. There are more than one interactions as coordination numbers are more in a structure. This geometrical interactions is known as made lung constant. This geometrical interactions is known as made lung constant. Okay. ഒന്നുകൂടെ വായിക്കണോ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. ആക്ച്വലി മേഡ് ലങ് കോൺസ്റ്റന്റ് ഇപ്പൊ നിങ്ങള് അതായത് എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ആയിട്ട് വെക്കണം. ഏത് സബ്ജക്ട് പഠിക്കുമ്പോഴും ഏത് ക്ലാസ്സിനായാലും അതായത് വെറുതെ ഈ നോട്ട്സ് മാത്രം വെച്ച് പോയത്. അതില് ഈ പോർഷന് റെക്കമെൻഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് ഹ്യൂഹി ആണ്. അതായത് ഇനോർഗാനിക് കെമിസ്ട്രി പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ജെയിംസ് ഇ ഹ്യൂഹി. അതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഒരു പച്ച കളർ ടെക്സ്റ്റ് ആണോ? അതന്നെ, ഒരു പച്ച കളർ ടെക്സ്റ്റ്. ഇനോർഗാനിക് കെമിസ്ട്രി പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് റിയാക്ടിവിറ്റി. അതിന്റെ PDF എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിൽ ആക്ച്വലി കോമൺ ക്രിസ്റ്റൽ ലാറ്റിസസിന്റെ മേഡ് ലങ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വാല്യൂസ് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയാം. അതായത് അതൊക്കെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്പെരിമെന്റലിയും തിയററ്റിക്കൽ പ്രൊഡിക്ഷൻസും വെച്ചിട്ടൊക്കെ ആയിരിക്കും കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ടാവുക. ഇതൊന്നും നിങ്ങൾ വേറിട്ട് പഠിക്കണ്ട. ഞാൻ മേഡ് ലങ് കോൺസ്റ്റന്റ് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയാം. അതായത് ഇപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ മേഡ് ലങ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇത് വേണമെങ്കിൽ എഴുതിക്കോ. A of NaCl എന്ന് പറയുന്നത് 1.74 ആങ്സ്ട്രോം. 1.74 ആങ്സ്ട്രോം. ഇപ്പൊ സീഷ്യം ക്ലോറൈഡിന്റെ ആണെങ്കിൽ 1.76 ആങ്സ്ട്രോം.
സിംഗിൾ ബ്ലെൻഡ് ആണെങ്കിൽ 1.63 അങ്ങനെ, അതായത് ആ ഒരു റേഞ്ചിലാണ് ഈ മേഡ്ലൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന വാല്യൂ ആണ്. ആ ഐഡിയ കിട്ടാൻ വേണ്ടി ഈ വാല്യൂനെ കുറിച്ച് സംസാരിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ബോൺലാൻഡിന്റെ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യാം. ഇതിൽ കുറെ സ്ട്രക്ചർ വരുന്നതുകൊണ്ട് ഞാൻ വരച്ച നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തുള്ളൂ, കുറെ സ്ട്രക്ചർ കോപ്പി ചെയ്തിട്ടതാണ്. ഓക്കെ, പിന്നെ ബോൺലാൻഡ് ഇക്വേഷനിൽ വരുന്ന അടുത്ത ഫാക്ടർ എൻ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന എണ്ണയാണ്, അതായത് അവോഗാഡ്രോ നമ്പർ ആണ്. സെറ്റ് പ്ലസ് ഈസ് സെയിം ആസ് ക്യൂ പ്ലസ്, ചാർജ് ആണ് കാറ്റോണിന്റെ ആനോണിന്റെ ചാർജ്. പിന്നെ ഈ ഇ സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. എത്ര ചാർജ് ഓഫ് ഇലക്ട്രോൺ? ഓക്കെ, അതായത് ഇങ്ങനത്തെ ചില വാല്യൂസ് നമ്മൾ എന്തായാലും ബൈഹാർട്ട് പഠിച്ചിരിക്കണം. അതില് ഒരു വാല്യൂ ആണ്, കുറെ കാൽക്കുലേഷൻ, ഇതിൽ മാത്രമൊന്നുമല്ല കുറെ കാൽക്കുലേഷന് വേണ്ടി വരും. 1.6 into 10⁻⁻19 കൂളം ആണ് ഒരു ഇലക്ട്രോണിന്റെ ഇലക്ട്രോണിക് ചാർജ്. പിന്നെ അടുത്ത നമ്മൾ ഇതുപോലെ പഠിച്ചിരിക്കേണ്ട ഒരു വാല്യൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. അത് ഓർമ്മയുണ്ടോ അറിയില്ല, 8. നേരത്തെ പറഞ്ഞില്ല കേട്ടോ, 8.854 into 10⁻⁻12 കൂളോം സ്ക്വയർ മീറ്റർ ഇൻവേഴ്സ് ജൂൾ ഇൻവേഴ്സ് ആണ്, ജൂൾ ഇൻവേഴ്സ്. അപ്പം ആ വാല്യൂ ഈ വാല്യൂ ഒക്കെ നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെക്കണം എന്തായാലും. ഓക്കെ, എന്നാ നമുക്ക് ഇക്വേഷൻ ഫൈനലൈസ് ചെയ്യാം. ഫൈനലൈസ് ചെയ്യുന്നതിനെ അതായത് നമ്മൾ കണ്ടു ടോട്ടൽ ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് അട്രാക്ഷൻ പ്ലസ് റിപ്പൽഷൻ കൂട്ടിയിട്ട് ഇത്ര കിട്ടുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റേബിൾ സ്ട്രക്ചർ ഉണ്ടല്ലോ, സോറി ഈ സ്റ്റേബിൾ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ സ്റ്റേബിൾ സ്ട്രക്ചറിന്റെ സമയത്ത് അത് നമ്മൾ ഇക്വിലിബ്രിയം സ്ട്രക്ചർ എന്ന് വിളിക്കാന്ന് വെച്ചു. ആ ഇക്വിലിബ്രിയം സ്ട്രക്ചറിൽ അട്രാക്ഷൻ ഇസ് ഈക്വൽ ടു റിപ്പൽഷൻ ആവും. ഈ അട്രാക്ഷൻ ഇസ് ഈക്വൽ ടു റിപ്പൽഷൻ ആവും. അങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ പോകുന്നത്. അപ്പം അട്രാക്ഷൻ ഈക്വൽ ടു റിപ്പൽഷൻ എന്നുള്ള കേസിൽ കേസ് വെച്ചാണ് ഈ ഇക്വേഷൻ മുന്നോട്ട് പോകുന്നത്. ഇതിൽ അടുത്ത പറയാനുള്ള ടേം റിപ്പൽഷൻ ആണ്. റിപ്പൽഷനിൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവോഗാഡ്രോ നമ്പർ ആണ്. ഇനി ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതിന് നിങ്ങൾക്ക് ഡെറിവേഷൻ മൊത്തം പറഞ്ഞായിരുന്നു. ഇതിലെ ടേംസ് മനസ്സിലാക്കണമെങ്കിൽ ഡെറിവേഷൻ പറഞ്ഞോ ഡൗട്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഡെറിവേഷൻ നോക്കി നോക്കുമോ? ഹലോ, അതെ, അതായത് ഗൂഗിളിൽ ചുമ്മാ നോക്കിയാൽ ഇതിന്റെ ഡെറിവേഷൻ കിട്ടുമായിരിക്കും. ഈ ടെക്സ്റ്റ് തന്നെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇതിലെ വാല്യൂസ് മനസ്സിലാക്കണമെങ്കിൽ, ഐ മീൻ ഓരോ കോൺസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഡെറിവേഷൻ വേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയിപ്പോ എവിടെയും കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ഡെറിവേഷൻ ഫുൾ ആയിട്ട് പറയാം. ഇതില് നമ്മൾ അറിയേണ്ട വേറൊരു ടേം കൂടിയുണ്ട്, ഒരു സ്മോൾ എൻ. സ്മോൾ എൻ എന്ന് വെച്ചാൽ ബോൺ എക്സ്പോണന്റ്. അതായത് ഫൈനൽ ഇക്വേഷനിൽ അതുണ്ട്, ഞാനിപ്പോ എഴുതാം. ഫൈനൽ ഇക്വേഷൻ എന്താ വെച്ചാൽ ലാറ്റിസ് എനർജി U0 is equal to AN Z plus Z minus E square divided by 4 pi epsilon 0 R0 into 1 minus 1 by N. ഇതില് എപ്സിലോൺ 0 പറഞ്ഞല്ലോ. R0 എന്ന് പറയുന്നത് ഇൻട്രയോണിക് ഡിസ്റ്റൻസ് ആണ്. അതായത് ഇൻട്രയോണിക് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് കാറ്റയോൺ, ഇതാണ് ആനിയോൺ. ഇത് ഇതിന്റെ സെന്റർ, ഇത് ഇതിന്റെ സെന്റർ. ഇത് ഒരാറ്, അതായത് കാറ്റയോണിന്റെ റേഡിയസ് ആണെന്ന് വെച്ചോ. ഇത് അടുത്ത ആറ്, സോറി സെന്ററിലേക്കാണ്, അടുത്ത ആറ് ആനയോണിന്റെ റേഡിയസ്.
ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള വാല്യൂ ആണ് ഈ R0 എന്ന് പറയുന്നത്. അതായത് 0 എന്ന് വരുന്നത് ഇൻഡിക്കേറ്റ്സ് ഇക്വിലിബ്രിയം, R എന്ന് പറയുന്നത് ഇന്റർ അയോണിക് ഡിസ്റ്റൻസ് ആണ്. ഈ ചിത്രം അതുപോലെ വരച്ചു വെച്ചോ നോട്ടില്, കാരണം ഇത് കാണുമ്പോഴേ നമുക്ക് ഈ ഐഡിയ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒരാറ്റത്തിന്റെ ഒരയോണിന്റെ എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഫൈനൽ ഇക്വേഷൻ. അതിൽ ഞാൻ പറഞ്ഞു n എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് ബോൺ എക്സ്പോണന്റ് ആണ്. ഈ ബോൺ എക്സ്പോണന്റ് ശരിക്ക് അതായത് നമ്മൾ ഈ ഞാൻ പറഞ്ഞ ഈ Na+Cl-, അടുത്ത് കൊണ്ടുവന്നു അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ, അതിലും അടുത്ത് കൊണ്ടുവന്ന് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ അയോൺസിനെ ബേസിക്കലി നമ്മൾ കംപ്രസ് ചെയ്യാണ്. അപ്പൊ കംപ്രസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ്, ആ എക്സ്പെരിമെന്റ് എന്ന് കിട്ടുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് n എന്ന് പറയുന്നത്, സ്മോൾ n. അതായത് സ്മോൾ n എസ് നിങ്ങൾ എഴുതിക്കോ, സ്മോൾ n എസ് സ്മോൾ ലെറ്റർ n എഴുതിയാൽ ബോൺ എക്സ്പോണന്റ് which is obtained from compressibility data, which is obtained from compressibility data. ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിൽ കുറെ അധികം സാധനങ്ങൾ കോൺസ്റ്റൻസ് ആണ്. അതായത് n അവോഗാഡ്രോ നമ്പർ കോൺസ്റ്റന്റ് ആണ്. പിന്നെ സെറ്റ് പ്ലസും സെറ്റ് മൈനസും നോൺ ആയിരിക്കും. നമ്മൾ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ സ്ക്വയർ നമുക്കറിയാം, 4π ε0 അറിയാം. R0 എന്ന് പറയുമ്പോൾ അതായത് ഇപ്പം NaCl ആണ്, NaCl നെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ NaCl ന്റെ R0 നമുക്കറിയാം. ഓക്കെ, ആകെ ഈ സ്മോൾ ലെറ്റർ എന്നും മേഡ്ലൻ കോൺസ്റ്റന്റ് മാത്രമായിരിക്കും ഇതിൽ അറിയാത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അല്ല, അതായത് എനിക്ക് ഈ ടേംസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാൽക്കുലേറ്റ് ലാറ്റിസ് എനർജി ഓഫ് NaCl. കാൽക്കുലേറ്റ് ലാറ്റിസ് എനർജി ഓഫ് NaCl. അതിൽ A is equal to Madelung constant is equal to 1.74756. A is equal to 1.74756. N നമുക്കറിയാം 6.023 into 10⁻23 mole inverse. ഓക്കെ, സെറ്റ് പ്ലസ് NaCl ന്റെ ആയതുകൊണ്ട് 1, വീണ്ടും NaCl ന്റെ ആയതുകൊണ്ട് സെറ്റ് മൈനസ് ഇസ് ഈക്വൽ ടു 1. ഐ മീൻ +1 -1 എഴുതണം. സെറ്റ് പ്ലസ് ഈക്വൽ ടു +1, സെറ്റ് മൈനസ് ഈക്വൽ ടു -1. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.6 into 10⁻90 കൂളോം. ε0 പറഞ്ഞു 8.854 into 10⁻12 കൂളോം സ്ക്വയർ ജൂൾ ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. അടുത്ത പാരാമീറ്റർ R0 of NaCl is equal to 2.814 into 10⁻10. 2.814 into 10⁻10. 10⁻10 meter. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞല്ലോ മേഡ്ലൻ കോൺസ്റ്റന്റ്, അതുപോലെ ഈ ബോൺ എക്സ്പോണന്റും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. NaCl ന്റെ ബോൺ എക്സ്പോണന്റ് 8 ആയിട്ടാ വരിക. n is equal to 8. ഓക്കെ, അപ്പൊ ബേസിക്കലി ഇതൊക്കെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ല ഇതിപ്പോ തന്നെ, അതായത് ഈ വാല്യൂസിനൊക്കെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടി തന്നെ. അടുത്തൊരു ടേബിൾ പോലെ എഴുതിക്കോ.